ഹരേ കൃഷ്ണ. പത്മിനി ഏകാദശി. പത്മിനി ഏകാദശി എന്നത് ഹൈന്ദവ കലണ്ടറിലെ വളരെ സവിശേഷവും അപൂർവവുമായ ഒരു ഏകാദശിയാണ്. സാധാരണ വർഷങ്ങളിൽ ഈ ഏകാദശി ഉണ്ടാകാറില്ല. അധികമാസം അഥവാ പുരുഷോത്തമ മാസം വരുന്ന വർഷങ്ങളിൽ മാത്രമാണ് പത്മിനി ഏകാദശി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ പുരുഷോത്തമ ഏകാദശി എന്നും വിളിക്കാറുണ്ട്. പുരുഷോത്തമ ഏകാദശി സാധാരണയായി 3 വർഷത്തിൽ ഒരിക്കലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി വളരെ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അധിക വർഷം വരുന്നത് എന്ന് നോക്കാം. സൗരവർഷവും ചാന്ദ്രവർഷവും തമ്മിൽ ഓരോ വർഷവും ഏകദേശം 11 ദിവസത്തിൻ്റെ വ്യത്യാസം വരുന്നു. സൗരവർഷം എന്നാൽ 365 ദിവസമാണെങ്കിൽ ചാന്ദ്രവർഷം എന്നത് 354 ദിവസം മാത്രമേ വരുന്നുള്ളൂ. ഈ 11 ദിവസത്തെ വ്യത്യാസം അങ്ങനെ തന്നെ വിട്ടാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഋതുക്കളും ചാന്ദ്രമാസങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായി തെറ്റിപ്പോകും. ഉദാഹരണത്തിന്, എപ്പോഴും മേടമാസത്തിൽ വരേണ്ട വിഷു അല്ലെങ്കിൽ വസന്തകാലം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തണുപ്പുകാലത്തോ മഴക്കാലത്തോ വരാൻ തുടങ്ങും. ഇത് ഒഴിവാക്കാൻ വേണ്ടി പഞ്ചാംഗ കർത്താക്കൾ ഒരു വഴി കണ്ടെത്തി. ഓരോ വർഷവും ബാക്കി വരുന്ന ഈ 11 ദിവസങ്ങൾ കൂട്ടിവെക്കും. ഏകദേശം 32 മാസം 16 ദിവസം, അതായത് ഏതാണ്ട് 3 വർഷം കൂടുമ്പോൾ ഈ ദിവസങ്ങൾ ചേർന്ന് ഒരു പൂർണ്ണമാസം, അതായത് അപ്പോഴേക്കും ഈ 11 ദിവസങ്ങൾ കൂട്ടിവെച്ചാൽ 29-30 ദിവസങ്ങൾ ആയി മാറും. ഈ അധികമായി വരുന്ന ഒരു മാസത്തെയാണ് നമ്മൾ അധികമാസം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഓരോ വർഷം കൂടുമ്പോഴും ഒരു മാസം അധികമായി ചേർക്കുന്നതിലൂടെ ചാന്ദ്ര കലണ്ടർ സൗര കലണ്ടറുമായി കൃത്യമായി ഒത്തുപോകുന്നു. നമ്മുടെ ഉത്സവങ്ങളും വ്രതങ്ങളുമെല്ലാം കൃത്യമായ ഋതുക്കളിൽ തന്നെ വരാൻ കാരണം ഈ അധികമാസ പ്രതിഭാസമാണ്. ഈ അധികമാസത്തെ എന്തുകൊണ്ടാണ് പുരുഷോത്തമ മാസം എന്ന് വിളിക്കുന്നത് എന്ന് നോക്കാം. ഇതിന് പിന്നിൽ പുരാണങ്ങളിൽ പറയുന്ന മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞു തരാം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് എല്ലാ മാസങ്ങൾക്കും അതിൻ്റേതായ ഒരു അതിദേവനുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ, വിഷ്ണു, ശിവൻ തുടങ്ങിയവർ. എന്നാൽ ഈ അധികമാസം വന്നപ്പോൾ ഋതുക്കളും സമയക്രമവും തെറ്റാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മലമാസം, അതായത് അശുദ്ധമാസം ആയിട്ടാണ് ജ്യോതിഷികൾ ഇതിനെ കണക്കാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ശുഭകാര്യങ്ങളായ വിവാഹം, ഗൃഹപ്രവേശം, ഉപനയനം തുടങ്ങിയവ ഒന്നും പാടില്ലെന്ന് വിലക്കപ്പെട്ടു. ഇതിൽ മനംനൊന്ത് തനിക്ക് മാത്രം ഒരു നാഥനില്ലല്ലോ എന്നും എല്ലാവരും തന്നെ അശുദ്ധമായി കരുതുന്നുവല്ലോ എന്നും സങ്കടപ്പെട്ട് ഈ അധികമാസം ഭഗവാൻ വിഷ്ണുവിനെ ചെന്ന് കണ്ട് അഭയം പ്രാപിച്ചു. അധികമാസത്തിൻ്റെ സങ്കടം കേട്ട മഹാവിഷ്ണു അതിനെ അനുഗ്രഹിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു: ഇനി മുതൽ നീ അശുദ്ധനല്ല. എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷോത്തമൻ എന്ന നാമം ഞാൻ നിനക്ക് നൽകുന്നു. ഇനി മുതൽ നീ പുരുഷോത്തമ മാസം എന്നറിയപ്പെടും. എൻ്റെ എല്ലാ ഗുണങ്ങളും ശക്തിയും നിന്നിലുണ്ടാകും. ഹരേ കൃഷ്ണ. കാരുണ്യവാനായ ഭഗവാന്റെ ഈ അനുഗ്രഹത്തോടെ അധികമാസം എല്ലാ മാസങ്ങളിലും വെച്ച് ഏറ്റവും പുണ്യമേറിയ മാസമായി മാറി. ഈ മാസത്തിൽ ചെയ്യുന്ന വിഷ്ണു പൂജ, ജപം, ദാനം, ഏകാദശി വ്രതം, അതായത് പത്മിനി ഏകാദശി പോലെയുള്ളവ എന്നിവയ്ക്ക് സാധാരണ മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ മാസത്തെ ഭക്തിപൂർവം പുരുഷോത്തമ മാസം എന്ന് വിളിക്കുന്നതും വ്രതാനുഷ്ഠാനങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം വന്നതും. ഇനി പത്മിനി ഏകാദശിയുടെ ഐതിഹ്യകഥ കേൾക്കാം. പത്മിനി ഏകാദശിയുടെ ഐതിഹ്യം ഭഗവാൻ കൃഷ്ണൻ ധർമ്മപുത്രർക്ക്, അതായത് യുധിഷ്ഠിരന് വിവരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് പത്മപുരാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിൽ നടന്നതായി പറയപ്പെടുന്ന കഥ എന്താണെന്ന് നോക്കാം.
മഹിഷ്മതി നഗരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഹേഹയ രാജവംശത്തിലെ പ്രതാപശാലിയായ രാജാവായിരുന്നു കൃതവീര്യൻ. ലക്ഷക്കണക്കിന് രാജ്ഞിമാരുണ്ടായിരുന്നിട്ടും രാജാവിന് തൻ്റെ രാജ്യം ഭരിക്കാൻ യോഗ്യനായ ഒരു പുത്രൻ ജനിച്ചില്ല. മക്കളില്ലാത്ത ദുഃഖം രാജാവിനെയും രാജ്ഞിമാരെയും ഒരുപോലെ അലട്ടി. യാഗങ്ങളും ദാനധർമ്മങ്ങളും ഒട്ടനവധി നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ രാജാവ് രാജഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ച് തൻ്റെ പ്രധാന രാജ്ഞിയായ പത്മിനിയെയും കൂട്ടി പുത്രലാഭത്തിനായി കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് ദമ്പതികൾ 10,000 വർഷം കഠിനമായ തപസ് അനുഷ്ഠിച്ചു. എന്നിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല. രാജാവിൻ്റെ ശരീരം ക്ഷയിച്ചു വരുന്നത് കണ്ട് ദുഃഖിതയായ പത്മിനി രാജ്ഞി അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ ദേവിയെ സമീപിച്ചു. രാജ്ഞിയുടെ സങ്കടം കേട്ട അനസൂയ ദേവി ഇപ്രകാരം പറഞ്ഞു: മനുഷ്യരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു സവിശേഷ മാസം 32 മാസങ്ങൾ കൂടുമ്പോൾ വരാറുണ്ട്. അതാണ് അധികമാസം അല്ലെങ്കിൽ പുരുഷോത്തമ മാസം. ഈ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭഗവാൻ വിഷ്ണു തീർച്ചയായും പ്രസാദിക്കും. അനസൂയ ദേവിയുടെ ഉപദേശപ്രകാരം പത്മിനി രാജ്ഞി അധികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിൽ കഠിനമായ ഉപവാസത്തോടെ വ്രതമനുഷ്ഠിച്ചു. രാജ്ഞിയുടെ ഭക്തിയിൽ പ്രസന്നനായ ഭഗവാൻ വിഷ്ണു അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തനിക്കു വേണ്ടിയല്ല, മറിച്ച് തൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാനാണ് രാജ്ഞി പ്രാർത്ഥിച്ചത്. തുടർന്ന് രാജാവ് ഭഗവാനോട് ഇപ്രകാരം ഒരു വരം ചോദിച്ചു: ദേവന്മാരാലോ മനുഷ്യന്മാരാലോ അസുരന്മാരാലോ വധിക്കപ്പെടാത്ത, ലോകം മുഴുവൻ ജയിക്കാൻ ശേഷിയുള്ള സർവഗുണസമ്പന്നനായ ഒരു മകനെ എനിക്ക് നൽകിയാലും. ഭഗവാൻ വിഷ്ണു ആ വരം നൽകി അനുഗ്രഹിച്ചു. അധികകാലം കഴിയുന്നതിന് മുൻപ് പത്മിനി രാജ്ഞിക്ക് ഒരു പുത്രൻ ജനിച്ചു. അവനാണ് പിൽക്കാലത്ത് ലോകപ്രശസ്തനായ കാർത്തവീര്യാർജുനൻ, 1000 കൈകളുള്ള അർജുനൻ. ലങ്കേശനായ രാവണനെ പോലും യുദ്ധത്തിൽ തടവിലാക്കാൻ മാത്രം പരാക്രമിയായിരുന്നു കാർത്തവീര്യാർജുനൻ. ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. രാജ്ഞിയായ പത്മിനി ആദ്യമായി അനുഷ്ഠിച്ച് പുത്രഭാഗ്യം നേടിയ വ്രതമായതിനാലാണ് അധികമാസത്തിലെ ഈ ശുക്ലപക്ഷ ഏകാദശിക്ക് പത്മിനി ഏകാദശി എന്ന പേര് വന്നത്. അധികമാസത്തിൽ മാത്രം വരുന്ന പത്മിനി ഏകാദശി ഹൈന്ദവ വിശ്വാസപ്രകാരം അതീവ സവിശേഷതകളുള്ള ഒന്നാണ്. എല്ലാ വർഷവും 24 ഏകാദശികളാണ് ഉള്ളത്. എന്നാൽ പത്മിനി ഏകാദശി എല്ലാ വർഷവും വരാറില്ല. ഏകദേശം 3 വർഷം കൂടുമ്പോൾ, അതായത് 32 മാസം കൂടുമ്പോൾ വരുന്ന അധികമാസത്തിൽ മാത്രമേ ഈ ഏകാദശി വരാറുള്ളൂ. അതുകൊണ്ടുതന്നെ ഭക്തർക്ക് ഈ വ്രതം അനുഷ്ഠിക്കാൻ ലഭിക്കുന്നത് വളരെ അപൂർവമായ ഒരു അവസരമാണ്. ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ സ്വന്തം നാമമായ പുരുഷോത്തമൻ എന്ന് നൽകി അനുഗ്രഹിച്ച മാസത്തിലാണ് ഈ ഏകാദശി വരുന്നത്. അതിനാൽ ഈ ദിവസം ചെയ്യുന്ന വിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ ജപവും ഭഗവാന് ഏറ്റവും പ്രിയങ്കരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റ് സാധാരണ ഏകാദശികൾ നോൽക്കുന്നതിനേക്കാൾ പല മടങ്ങ് പുണ്യമാണ് പത്മിനി ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ ലഭിക്കുന്നത്. ജാതകത്തിലെ ദോഷങ്ങൾ അകലാനും ദീർഘമായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കാനും ഈ വ്രതം ഉത്തമമാണെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. പത്മിനി ഏകാദശിയുടെ പ്രധാന ഐതിഹ്യം തന്നെ സന്താനലബ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. മക്കളില്ലാതെ വിഷമിച്ച പത്മിനി രാജ്ഞി ഈ വ്രതം നോറ്റാണ് കാർത്തവീര്യാർജുനൻ എന്ന പരാക്രമിയായ മകനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതിനാൽ ഉത്തമരായ സന്താനങ്ങളെ ലഭിക്കുന്നതിനായി ഭക്തർ ഈ വ്രതം പ്രത്യേകം അനുഷ്ഠിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ വലിയ പാപങ്ങളിൽ നിന്ന് പോലും മുക്തി നേടാൻ ഈ വ്രതത്തിലൂടെ സാധിക്കുമെന്നാണ് വിശ്വാസം. ജീവിതാവസാനം ഭഗവാന്റെ പരമപദമായ വിഷ്ണുലോകം പ്രാപിക്കാൻ പത്മിനി ഏകാദശി വ്രതം സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പത്മിനി ഏകാദശി തിഥി ആരംഭിക്കുന്നത്
2026 മെയ് 26 ചൊവ്വാഴ്ച പുലർച്ചെ 5:10 തിഥി അവസാനിക്കുന്നത് 2026 മെയ് 27 ബുധനാഴ്ച രാവിലെ 6:21 പാരണ സമയം 2026 മെയ് 28 വ്യാഴാഴ്ച രാവിലെ 6:02 7:56 ഇടയിലാണ്. ഹരിവാസന സമയം മെയ് 27 പുലർച്ചെ 12:05 മുതൽ ഉച്ചയ്ക്ക് 12:04 വരെയാണ്. ഏകാദശി നാളിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിഷ്ണു ഭഗവാനെ ആരാധിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ ഓം നമോ നാരായണായ എന്ന മന്ത്രമോ ജപിക്കാം. ഏകാദശി നാളിൽ രാത്രി ഉറങ്ങാതെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അഖണ്ഡനാമജപം, പുരുഷസൂക്താർച്ചന എന്നിവയൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അന്നേ ദിവസം ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം എന്നിവയൊക്കെ വായിക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. ദശമി നാളിൽ ഒരിക്കലെടുത്ത് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. അല്ലാത്തവർക്ക് ഏകാദശി ദിവസം പാലും പഴവർഗ്ഗങ്ങളും കഴിക്കാം. ഏകാദശി നാളിൽ പകലുറക്കം പാടില്ല. മൗനവ്രതം ആചരിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത്. ദ്വാദശി നാളിൽ പറ്റുമെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം വ്രതം അവസാനിപ്പിക്കാം. എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്തിയോടെയും സന്തോഷത്തോടെയും ഈ പത്മിനി ഏകാദശി വ്രതം നോൽക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.